മതപരമായി പറയുകയാണ്. കാഫിർ പ്രയോഗം അതൊക്കെ വളരെ മോശമല്ല. അത് ലീഗ് പ്രവർത്തകൻ ചെയ്യില്ല, ചെയ്ത ചരിത്രവുമില്ല. പിന്നെ അതെന്തിന് അത് പുറത്ത് കൊണ്ടുവരേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചില വിഭാഗീയമായിട്ടുള്ള പരസ്യങ്ങൾ LDF പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത്, അത് ഈ സുപ്രഭാതത്തിന് കൊടുത്ത പരസ്യം അക്കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കണ്ട. അത് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പാർട്ടിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങളെ മുമ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രൈറ്റായിട്ട് ചോദിക്കാം, ഞാൻ മറുപടി പറയാം. എന്താ അങ്ങനെ ചോദിക്ക്, എന്നാലേ ചോദിക്കുമ്പോൾ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും ഇല്ല. ആദരണീയരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ സമുന്നതരായ ആലിമീങ്ങൾ, അതുപോലെ തന്നെ പാണക്കാട് തങ്ങന്മാർ ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ ഊഷ്മളമാണ്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. പരമ്പരാഗതമായ രീതികളനുസരിച്ച് പോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ സുപ്രഭാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത്. അതിന് നടത്തിപ്പ് സുപ്രഭാതം പത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മീഡിയക്കാരാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ മാതിരി അല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂടി ഒക്കെ പങ്കുള്ള, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ട്രഡീഷണലുള്ള പത്രം. അപ്പോൾ ചില സംഭവങ്ങൾ അതൊക്കെ ഒന്ന് കമ്മിറ്റി ചർച്ച ചെയ്തു. കമ്മിറ്റിയിൽ അത് സംബന്ധിച്ച് ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. എന്നല്ലാതെ അത് സംബന്ധിച്ച് പ്രത്യേക തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്മിറ്റി തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായത് ഓപ്പണായ ചില സംഭവങ്ങളുണ്ട്. അത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ചോദ്യത്തിനൊരു അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുപ്രഭാതം പത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഉണ്ടായ ചില സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഞങ്ങളുടെ ഫീലിംഗ് അവരെ അറിയിച്ചിട്ടുമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞതിൽ ഞാൻ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല. അതെൻ്റെ രീതിയല്ല. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ അത് വരാൻ കഴിയാത്ത സാഹചര്യം ഞങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അത് പത്രക്കാരായിട്ട് ഇനിയിപ്പോൾ പരസ്യമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ബഹിഷ്കരണം ആഹ്വാനമൊന്നും ലീഗ് അതുണ്ടെങ്കിൽ പറയുമല്ലോ. അങ്ങനെയല്ല ഉള്ളത്. സുപ്രഭാതം പത്രമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത്. ആ വിഷയങ്ങൾ സമസ്തയായിട്ടുള്ള പ്രശ്നമല്ല, സുപ്രഭാതം പത്രമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി. ആ വിഷയങ്ങൾ പിന്നെ ഇന്ന് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് കമ്മിറ്റിയുടെ ദിവസമാണ് അവിടുത്തെ ഉദ്ഘാടനം. അത് ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ അവരെ നേരിട്ട് തങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അങ്ങനെ നിങ്ങൾ മുടിനാര കീറി നോക്കണ്ട. അല്ല, അതുകൊണ്ടല്ലല്ലോ, ഞങ്ങൾക്ക് അതിൽ മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില വിഷയങ്ങൾ, പാർട്ടിക്ക് വിഷമമുള്ള ചില വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് സുപ്രഭാതം പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായത് പാർട്ടി ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് വേറെ നിങ്ങൾ പറയുന്ന പോലുള്ള പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല. ആ വിഷയങ്ങൾ ഞങ്ങൾ പിന്നെ നേരിട്ട് അവരെ അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ അത് അവിടെ അവസാനിച്ചത് ആ കാര്യങ്ങൾ. ഇനി അത് അല്ലാതെ ആ വിഷയങ്ങൾ വേറെ ആംഗിളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. ഇനിയുള്ളതൊക്കെ അതിൻ്റെ സമയത്ത് നമ്മൾ അറിയിക്കാം. പൊന്നാനി വോട്ട് വർദ്ധിക്കുള്ളൂ, വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. പൊന്നാനി വമ്പൻ ഭൂരിപക്ഷം ഉണ്ടാവും. അല്ല, നിങ്ങൾ എന്തിനാ എൻ്റെ വായിലേക്ക് വെടി വെക്കുന്നത്? ഞാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ പറയാൻ വളരെ സൂക്ഷിച്ചുമാണ് പറയുന്നത്. ദുർവ്യാഖ്യാനത്തിനൊന്നും ഇട ഇല്ലാത്ത വിധമാണ് പറയുന്നത്. ഐ ആം സോറി. ഇപ്പം അത്രയേ ഉള്ളൂ. ചില വിഷയങ്ങളൊക്കെ മീഡിയയിലൊക്കെ വന്നതാണ്. ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇലക്ഷൻ കാലത്ത്. അതിൽ ഞങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്. അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ കിടന്ന് വെള്ളം വെക്കാതെ. അപ്പോൾ അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്ന് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അപ്പുറം പ്രത്യേക തീരുമാനങ്ങളൊന്നുമില്ല. എടുക്കാമായിരുന്ന തീരുമാനങ്ങളും എടുക്കാത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില്ല, ഞങ്ങൾ അവരെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അവർക്കും സംശയമില്ല, നമുക്കും സംശയമില്ല.
നീരസം സുപ്രഭാതത്തിന്റെ ആളുകൾ അറിയിച്ചു, അങ്ങനെ പറയാം. ഞാൻ എഴുതി തരണം. എന്താ എഴുതേണ്ടത് ഞാൻ എഴുതി തരണം. സുപ്രഭാതത്തിലെ ചില വിഷയങ്ങൾ വന്നു. ഏത് വിഷയമാണ്? പത്രം കത്തിച്ചതാണോ അതല്ല LDF പരസ്യം നൽകിയതാണോ? ഏത് കൂടുതലൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതലൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്, അത് അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് പിന്നെ നേരിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് അതിലൊതുങ്ങും. സമസ്തയേറ്റോ ആലിമ്യങ്ങളേറ്റോ അതിൻ്റെ ഉന്നത ശിഷ്യരായ ആളുകളേറ്റോ അതല്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പോയ പിന്നെ ഉന്നതരായ നേതാക്കന്മാരൊക്കെ തങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഞങ്ങളാരും മുടക്കിയില്ല. ഇപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. പക്ഷേ നമുക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അവർ അതിൻ്റെ കാര്യകാരണ സഹിതം പിന്നെ ഈ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, മീറ്റിംഗ് ഉണ്ട്, അത് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് അതിലൊതുങ്ങും. അതിൻ്റെ അപ്പുറവും ഇല്ല അപ്പുറവും ഇല്ല. PMA സലാം ഇപ്പോൾ ഇവിടെ ഇരിക്കല്ലേ. സമസ്ത ചില പരാതി ഉണ്ടെന്ന് പറഞ്ഞു, അതും ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അത്തരം പരാതികൾ സമസ്തയുടെ? ഈ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയില്ല. PMA സലാം പാർട്ടിയുടെ കൗൺസിൽ തിരഞ്ഞെടുത്ത സെക്രട്ടറി അല്ലേ. അത് കൗൺസിലിനെ ഇനി അതിലെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളൂ. അതൊന്നും പുറത്തായിരുന്നു അഭിപ്രായം. അത് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കും. ഈ സമസ്ത അണികളെ തെറ്റിദ്ധരിപ്പിക്കാനൊരു ശ്രമം ഈ സമസ്ത വിരുദ്ധരുടെ ലീഗ് വിരുദ്ധരുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ല, നമ്മളത് അവസാനിച്ച് കഴിഞ്ഞു മതി. ഇല്ല രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ടൊന്നും യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയമുണ്ട്. 4-ാം തീയതിയിലെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളും വരുള്ളൂ. രാജ്യസഭാ സീറ്റ് UDF തീരുമാനിച്ചിട്ടുള്ളതാണ്, പാർട്ടിക്കുള്ളതാണ്. അപ്പോൾ 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം പാർട്ടി കമ്മിറ്റി കൂടി അല്ലെങ്കിൽ എന്താ അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിൽ തങ്ങൾ അധികാരപ്പെടുത്തും. അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരു ചർച്ചയും ഇന്ന് ഉണ്ടായിട്ടില്ല. അർത്ഥശങ്കകളില്ലാത്ത ഇത് ഞാൻ പറയുന്ന ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അതിനൊന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ, അതിനു വേണ്ടി നമുക്ക് പിന്നെ കൈമൊക്കെ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഈ റിസൾട്ട് അവലോകന യോഗം ഈ രാജ്യസഭ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനത്തിലുള്ള യോഗം ഇതോ റിസൾട്ട് അവലോകനം ചെയ്യും. അല്ല, അതിപ്പോൾ 4-ാം തീയതി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയുമോ? 4-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണ്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കെല്ലാവർക്കും കൂടി വീണ്ടും കാണാം. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവും ചർച്ച ചെയ്യാൻ. 20 മണ്ഡലങ്ങളിലെ സ്ഥിതിയും പരിശോധിച്ചു. 20 മണ്ഡലത്തിലെ കാര്യം അതാത് കമ്മിറ്റികളും ഉത്തരവാദിത്തപ്പെട്ടവരും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. എല്ലാ മണ്ഡലങ്ങളിലും കാര്യകാരണ സഹിതം അവർ പറഞ്ഞത് UDF പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. BJPക്ക് ഒരു സ്ഥലത്തും ഒരു പ്രതീക്ഷയും ഇല്ല എന്നുള്ളതാണ്. നല്ല മത്സരം നടന്ന 1-2 മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവിടെയും UDF ജയിക്കും എന്നാണ് ഇന്ന് വിലയിരുത്തപ്പെട്ടത്. UDF ഹോപ്പില്ലാത്ത ഒരു നിയോജക മണ്ഡലവും ആസ് ഓൺ ടുഡേ ഇപ്പോൾ കേരളത്തിലുണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല.